നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണയിൽ വിതരണത്തിനെത്തിച്ച ഹെറോയിനുമായി 2 പേർ പിടിയിൽ. പെരിന്തൽമണ്ണ എക്സൈസ് റേഞ്ച് ഓഫീസും ഉത്തരമേഖല കമ്മീഷണർ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ കുന്നപ്പള്ളി ചോലക്കുന്നത്ത് വെച്ച് ആസാം സ്വദേശികളെ ഹെറോയിനുമായി അറസ്റ്റ് ചെയ്തത്. എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി വർദ്ധിച്ചുവരുന്ന ലഹരിമരുന്ന് വ്യാപനം തടയാൻ പരിശോധനകൾ കർശനമാക്കിയിരിക്കുകയാണ്. പെരിന്തൽമണ്ണയിൽ മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജുബോൻ നൽകിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ എക്സൈസ് റേഞ്ച് ഓഫീസും ഉത്തരമേഖല കമ്മീഷണർ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ കുന്നപ്പള്ളി ചോലംകുന്നിൽ വെച്ച് 10.240 ഗ്രാം ഹെറോയിനുമായി ആസാം സ്വദേശികളെ പിടികൂടിയത്. ആസാം മരിഗൺ സ്വദേശികളായ ഇസ്മായിൽ അലി, ഇസാജുൽ ഹഖ് എന്നിവരെയാണ് പെരിന്തൽമണ്ണ എക്സൈസ് ഇൻസ്പെക്ടർ യൂനുസ് എം അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ പെരിന്തൽമണ്ണ എക്സൈസ് റേഞ്ച് ഓഫീസിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ഏതാണ് പെരിന്തൽമണ്ണ ടൗണിന്റെ പട്ടാമ്പി റോഡിൽ വെച്ചിട്ടാണ് അവർ പിടിച്ചത്. അവർ എറണാകുളത്ത് നിന്നാണ് സാധനം കൊണ്ടുവരാൻ നമുക്കിപ്പോൾ ലഭിച്ച വിവരമാണ്. സ്ഥിരമായിട്ട് ഈ ടൗൺ പ്രദേശങ്ങളിൽ ഹെറോയിന്, അതായത് ബ്രൗൺ ഷുഗർ കടത്തിക്കൊണ്ടുവരികയാണ്. മഞ്ചേരിയിൽ നിന്ന് ഇന്നലെ അതിന് കുറച്ച് സീഷർ ഉണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ഇവിടെ സീഷർ ചെയ്തത്. അവർ ബസ്സിലാണ് വന്നത്. പിന്നെ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രത്യേക റെയ്ഡ് സംഘടിപ്പിച്ചത്. ഇപ്പോൾ പെരിന്തൽമണ്ണ റേഞ്ചും മലപ്പുറം IB സംയുക്തമായിട്ടാണ് ഈ റെയ്ഡ് കണ്ടക്ട് ചെയ്തത്. അതായത് ആസാം സ്വദേശികളായ 2 പേരാണ് ഇതിലുണ്ടായിരുന്നത്. ഇവരൊരുമിച്ച് പട്ടിക്കാട് ഭാഗത്താണ് ഇവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ 2 പേരും 25,000 രൂപ കൊടുത്തിട്ടാണ് അവിടുന്ന് പെരുമ്പാവൂർ ഭാഗത്തു നിന്നാണ് സാധനം വാങ്ങിച്ചതെന്നാണ് ഇപ്പം നമുക്ക് ലഭിച്ച വിവരം. കൂടെ അന്വേഷണം നടന്നു വരുന്നു, കാര്യങ്ങൾ നോക്കിയിട്ട് വരുന്നു. പെരിന്തൽമണ്ണ സമയത്തോളം കൂടുതലും അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇതിൻ്റെയും വാഹകരായിട്ട് നമുക്ക് ഉള്ളത്. കാരണം ഇപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ 10 കിലോ കഞ്ചാവ് നമ്മൾ പെരിന്തൽമണ്ണയിൽ നിന്ന് ലഭിച്ച ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ ചെമ്മലശ്ശേരി ഭാഗത്ത് പിടികൂടിയിരുന്നു. അതും അന്യസംസ്ഥാന തൊഴിലാളിയാണ്. ഒരു വലിയ രീതിയിലുള്ള ഒരു ഇതിലേക്ക് വരുമ്പോൾ അവരൊക്കെ അന്യസംസ്ഥാന തൊഴിലാളികളാണ് കൂടുതലും ഈ ഭാഗങ്ങളിൽ സപ്ലൈ ആയിട്ട് നിൽക്കുന്നത്. Jam June Hypermarket, exceeding expectations.